അഖിൽ രവീന്ദ്രൻ, ഇവിടെ നിലമ്പൂരിലെ പരീക്ഷണത്തിൽ അടിസ്ഥാന വോട്ടുകൾ ബി.ജെ.പി. നിലനിർത്തിയിട്ടുണ്ട്. 8648 വോട്ടുകൾ, അതായത് 148 വോട്ടുകൾ കൂടുതൽ നേടി. പക്ഷേ ഇത്തവണ വലിയ കരുത്ത് കാണിക്കും എന്നാണല്ലോ ബി.ജെ.പി. പറഞ്ഞിരുന്നത്. എന്താണ് ബി.ജെ.പിക്ക് ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടായത്? 4ാം സ്ഥാനത്ത് പോയതിന് പ്രധാന കാരണം എന്താണ്? ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തിരിച്ചടി ബി.ജെ.പിക്ക് ആണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി.ജെ.പിക്ക് എൻ.ഡി.എക്ക് വോട്ട് വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ബി.ജെ.പിക്ക് ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം വികസനത്തിന്റെയാണ്. കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്ന 11 വർഷക്കാലം ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ കോൺഗ്രസ് നേതാവ് പലർക്കും നന്ദി പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം മറന്നുപോയ ഒരു സംഘടനയുണ്ട്, ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് LDF-ഉം UDF-ഉം കൊണ്ടുവന്നിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ എന്തായിരുന്നു? അവർ വികസനത്തിന്റെ പേരിൽ ചർച്ച ചെയ്തോ? ജനങ്ങളെ നിലമ്പൂരിലെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്തോ? നിലമ്പൂരിലെ വികസിത മുരടിപ്പിനെ കുറിച്ച് UDF ചർച്ച ചെയ്തോ? ഒന്നും ചർച്ച ചെയ്തില്ല. അവര് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്ര വർഗീയ സംഘടനകളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഏത് വിധേനയും ജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. ജനാധിപത്യത്തിന് ഏറ്റിട്ടുള്ള കളങ്കമാണത്. അവരുടെ വിജയത്തെ നിങ്ങൾ കുറച്ചു കാണുന്നില്ല. പക്ഷേ എന്താണ് അൻവർ ഉയർത്തിയ രാഷ്ട്രീയം? അൻവർ ഉയർത്തിയ രാഷ്ട്രീയം പിണറായിസത്തിനെതിരെയും VD സതീശന്റെ ധിക്കാരത്തിനെതിരെയുമാണ്. അൻവർ നിന്നിട്ടുണ്ടെങ്കിൽ 20,000-ഓളം വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭരണവിരുദ്ധ വികാരവുമുണ്ട്, പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള വികാരവുമുണ്ട്. ഈ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള വികാരം അത് കൃത്യമായിട്ടും അൻവറിന് വോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരവും അത് കൃത്യമായിട്ട് വോട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഈ നിലമ്പൂര് ചർച്ച ചെയ്യപ്പെട്ടത് വികസിത രാഷ്ട്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വികസിത കേരളത്തെക്കുറിച്ചുള്ള ചർച്ച കൃത്യമായി കൊണ്ടുവന്നത് ബി.ജെ.പി. ആണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. എന്താണെന്നറിയോ? PDP-യെ കൂട്ടുപിടിച്ചുകൊണ്ട് CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസും നടത്തിയിട്ടുള്ള വർഗീയ നീക്കം, അത്തരത്തിൽ നടത്തിയിട്ടുള്ള തീവ്ര സംഘടനകളുമായി വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും LDF-ന്റെയും UDF-ന്റെയും ഈ മുഖം പുറത്തു കാണിക്കുവാൻ ബി.ജെ.പിക്ക് സാധിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കിട്ടിയ വോട്ട് നിലനിർത്തുകയും അതോടൊപ്പം തന്നെ വോട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. 15,000-ഓളം വോട്ട് LDF-ന് കുറഞ്ഞു. നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ വോട്ട് കച്ചവടം ചർച്ച ചെയ്യലേ. എന്ത് ചെയ്യേ CPM-ന്റെ വോട്ട്? എന്ത് ചെയ്യേ LDF-ന്റെ വോട്ട്? എവിടെയാണ്? മുഖ്യമന്ത്രി, മന്ത്രിമാര്, MLA-മാർ അടക്കമുള്ള ആളുകൾ ബൂത്തിലും ഓരോ പഞ്ചായത്തിന്റെയും ചാർജ് ഏറ്റെടുത്ത് ദിവസങ്ങളോളം അവിടെ പ്രവർത്തിച്ചു. മുഖ്യമന്ത്രി അവിടെ വന്ന് പല തവണയായി പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിട്ടത്. 15,000-ലധികം വോട്ടുകൾ LDF-ന്റെ ഭാഗത്തുനിന്നും കുറയുന്നു. UDF-ന്റെ വോട്ടും കുറയുന്നു. പ്രിയങ്ക ഗാന്ധി വരുന്നു. എന്നിട്ട് പോലും 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് UDF-ന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ കൃത്യമായ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയത്തെ കൊണ്ടുപോയി. 2021-ൽ PDP CPM-നൊപ്പം ഇല്ല. ജമാഅത്തെ ഇസ്ലാമി 2021-ൽ UDF-നൊപ്പം ഇല്ല. പക്ഷെ എന്നിട്ടും ഈ രണ്ട് മുന്നണികളും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിട്ട് പോലും അവർക്ക് ജയിക്കാനും സാധിച്ചിട്ടില്ല. ജയിച്ച വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല. കേരളത്തിന്റെ വികസിത കേരളം എന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ആ സ്വപ്നത്തിന് ഒപ്പം സഞ്ചരിക്കുന്ന ഒരു സാധ്യത, പൊതുജനങ്ങളുടെ വികാരം ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി നിലമ്പൂർ തേക്കിന്റെ തലയെടുപ്പോടുകൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിലമ്പൂരും ഈ കേരളത്തിൽ നിൽക്കുന്നത്. വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭാരതീയ അവർ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ രണ്ട് മുന്നണികളിലെയും കള്ളത്തരങ്ങൾ, അവർ നടത്തിയിരിക്കുന്ന ഈ വർഗീയ നീക്കങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയമായി ഞങ്ങൾ കരുതുന്നത്.